ഹൈ ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കിയാലോ. ദോശയ്ക്കും ഇഡലിക്കും മാത്രമുള്ള സാമ്പാർ. ചോറിനും കഴിക്കാം, പക്ഷേ എന്നാൽ തന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ ദോശയ്ക്കും ഇഡലിക്കുമുള്ള സാമ്പാർ. അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻറ്റ്, വളരെ കുറച്ച്, 2 വെജിറ്റബിൾസ് മാത്രം. എന്ന് വെച്ചാൽ വെണ്ടയ്ക്ക, തക്കാളി മാത്രം, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്ക് ചെറിയ ഉള്ളി, അത് മുഴുവനെ കുറച്ച് മുഴുവൻ ഇട്ടിട്ടുണ്ട്, അല്ലാതെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ നമ്മുടെ വെജിറ്റബിൾസ്. പിന്നെ ഞാൻ പരിപ്പ് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വാളൻ പുളിക്ക് ആവശ്യമായ ഉപ്പും വെള്ളം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ച മസാല എന്ന് പറയുന്നത് ഞാൻ വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെന്തോ നമ്മുടെ കായം, ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇതാണ്. മല്ലിയില തീർന്നു, അല്ലെങ്കിൽ മല്ലിയിലയും കൂടെ ഇതിനകത്ത് ഇടായിരുന്നു. ഓക്കെ, വളരെ വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്. നേരത്തെ ഞാൻ കുക്കറിൽ പരിപ്പിട്ടിട്ട് അതിനകത്തോട്ട് തന്നെ പച്ചക്കറി ഇടുമായിരുന്നു. ഇപ്പം ഈ സാമ്പാർ കൂട്ടിയപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും എപ്പോഴും ഇതാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, അതിലൂടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ നമ്മളിട്ടു. അത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുന്നറിയാമോ, കടലെല്ലാം കെട്ടി നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ വളരെ എളുപ്പമാണ് സാമ്പാറൊക്കെ. കഷ്ണങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പാരപ്പൊടിയൊന്നും വേണ്ട. ഈ 3 കഷ്ണം, 2 വെജിറ്റബിളും ചെറിയ ഉള്ളിയും മതി, അല്ലെങ്കിൽ സവാളയായാലും മതി. വളരെ ടേസ്റ്റി സാമ്പാറാണ് അത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഞാരിഭവനിലൊക്കെ പോകുമ്പോഴേ വലിയ പീസ് കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ, പക്ഷെ അവരുടെ കറിക്ക് നല്ല ടേസ്റ്റ് വരും. മല്ലിയിലൊക്കെ, പക്ഷെ മല്ലിയില നമ്മുടെ എടുത്ത് വരുന്നു പോയി. അപ്പം മല്ലിയിലുള്ളവർ മല്ലിയില ഇടുക കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് വാടക്കാം. നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഒരുവിധം വാടി കഴിഞ്ഞ് നമ്മൾ പച്ചമുളക്, നമ്മുടെ വെണ്ടയ്ക്കെല്ലാം കൂടെ ഒന്ന് കൊണ്ടിട്ട് വാടക്കാം. ഇത് നമുക്ക് വഴറ്റിയെടുത്ത് അരപ്പൂടെ അങ്ങോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വാടി കേൾക്കാം. വാടുന്ന സമയമുള്ളൂ നമുക്ക്. നമ്മൾ പരിപ്പ് വേവിച്ച് ഇട്ടേക്കുമല്ലോ, വേറെ ജോലിയില്ല. അപ്പോൾ നല്ലതുപോലെ വാടക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം നല്ലതുപോലെ വാടി നമ്മുടെ 3/4 ഭാഗം ജോലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ കൂട്ടില്ലേ, അത് ഇതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ നമ്മളവിടെ അലിയിച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് ഇതിനകത്തോട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. അത് നമ്മളിങ്ങനെ എടുത്ത് വെച്ചാൽ അടുക്കി പിടിക്കത്തില്ല കണ്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതിനകത്തോട്ടൊന്ന് പിടിച്ച് ആ പച്ചമണം മാറിക്കഴിയുമ്പം നമ്മുടെ പുളിവെള്ളം ഇല്ലേ എടുത്ത് വെച്ചേക്കുന്നത് അത് ഇടും. പിന്നെ ഞാൻ കുക്കറി വേവിച്ച കുറച്ച് പരിപ്പിൻ്റെ വെള്ളം കൂടി ഇരിപ്പുണ്ട്, അതുകൂടെ അടിയില്ല. നമ്മുടെ പുളിവെള്ളം അതിനകത്ത് 2 മിനിറ്റ് ഇങ്ങനെ ഇടുന്നത് ഞാൻ ഉപ്പേരിയെല്ലാം പിടിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ പരിപ്പിൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിക്കാൻ എടുത്ത് വെച്ച വെള്ളം ഇത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും പുളിവെള്ളം എല്ലാം നമ്മുടെ മസാല എല്ലാം പിടിച്ച് ഇനി നമുക്ക് എന്തോ ചെയ്യണം അറിയാമോ, ഞാൻ എടുത്ത് വെച്ച നമ്മൾ പരിപ്പ് വേവിച്ച വെള്ളമില്ലേ അതിങ്ങോട്ട് ആഡ് ചെയ്യും. ഇവിടെ സാമ്പാർ റെഡി കേട്ടോ. ഇനി ഇത് ജസ്റ്റ് തിളയ്ക്കുക, നമ്മുടെ പരിപ്പാട് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്. ഒരു തലവേദനയില്ല, പെട്ടെന്ന് സാമ്പാറാവും. നമുക്ക് രാവിലെ എത്ര തിരക്കിനായാലും നമുക്ക് ഇത് സാമ്പാർ ഉണ്ടാക്കാം. ഓക്കെ, തലേന്നൊന്ന് പരിപ്പ് വേവിച്ചിട്ടാൽ മതി. 2 ടൈപ്പ് വെണ്ടയ്ക്കയും പിന്നെ ഉള്ളിയും തക്കാളിയും ചെറിയ ഉള്ളിയും അല്ലെങ്കിൽ സവാള ഒക്കെ മതി. ഓക്കെ, ഇത് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ചു. ഇനി നമ്മുടെ പരിപ്പിടുന്നു. ഓക്കെ, പരിപ്പിടുക, ഇളക്കുക. ഇനി കുറച്ച് നേരം കിടക്കട്ടെ. പരിപ്പും ഈ കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് ഉപ്പേരിയൊക്കെ ഒന്ന് പിടിച്ച് നല്ല ഇതായിട്ട് വരട്ടെ. ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ സാമ്പാറെല്ലാം റെഡി ആയിരിക്കുന്നു. വെണ്ടയ്ക്കയെല്ലാം നല്ലപോലെ വെന്ത്, തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത്, അടിപൊളി സാമ്പാർ കേട്ടോ.
അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആൻഡ് ടേസ്റ്റി സാമ്പാറാണ്. രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ. 2 വെജിറ്റബിൾ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അത് കുറച്ച് മല്ലിയിലയും കൂടി ഇടുവാണെങ്കിൽ അടിപൊളിയാണ്. അപ്പം നമ്മൾ അരിഭവനിലൊക്കെ പോയാൽ ഇഡലിയോടൊക്കെ തരുന്ന സാമ്പാറിന് അതേ ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഈ എരിവ് ബാലൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് ശർക്കരയുടെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് തികച്ച ഓപ്ഷനാണ്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സാമ്പാർ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ. ഒരു കാര്യം മറക്കല്ലേ കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.